അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് വീട്ടിലോട്ട് പോകുന്നത് ഒരു നീണ്ട പോക്കാണ്. ഒരു 3-4 ദിവസം ഞാൻ വീട്ടിൽ തന്നെ ആക്കാരം. അപ്പോൾ ഞാൻ പോണതിന് മുന്നേ സാധാരണ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ സാധനം കൊണ്ടുവരാറുണ്ട്. പക്ഷേ എൻ്റെ മമ്മക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സാധനം വേണമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അതിൽ വേപ്പിൻ്റെ എല്ലാം മരം കാണിച്ചില്ല, എനിക്ക് വേപ്പിൻ്റെ ഒരു കുറവില്ല, അവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പളൊക്കെ ഇട്ടില്ലേ. അതിൻ്റെ മമ്മ കണ്ടു. അപ്പം മമ്മക്ക് ഇപ്പോൾ വേപ്പിൻ്റെ ഇല വേണം. ഞാൻ അവിടെ നിന്ന് വേപ്പിൻ്റെ ഇല കൊണ്ടുപോകണം. ആ ചേച്ചി കണ്ടെന്നെ തല്ലി കൊല്ലൂലേ. അപ്പോൾ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. ചേച്ചിനോട് ചോദിച്ചിട്ട് എടുക്കണമെന്ന് അറിയില്ല, ചോദിക്കാതെ എടുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കവറൊക്കെ എടുത്തിക്കണം. ഈ കവറിൽ അത്യാവശ്യം കുറച്ച് വേപ്പിലാക്കിയിട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരിക ഗൈസ്. ഈ വീഡിയോ ആ ചേച്ചി കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ട ആ ചേച്ചി എന്നെ പ്രാഗും മിക്കവാറും. കാരണം അത്രക്കും വേപ്പിൻ്റെ ഞാൻ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത്രക്കൊന്നൊന്നുമില്ല. പക്ഷെ ആ ചേച്ചി ഈ ഞങ്ങളെ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തൊരു വേപ്പിൻ്റെ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ചേച്ചിക്ക് മനസ്സിലാവില്ല ഇവിടെ നിന്ന് ആരോ പൊട്ടിച്ച് കാണുന്നുള്ളത്. അത് നമുക്ക് ബുദ്ധിയില്ലാത്ത ആൾക്ക് വരെ വേണമെങ്കിൽ മനസ്സിലാകും. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മളെ മമ്മക്ക് വേപ്പിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ പിന്നെ അതെടുക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പുറത്ത് കുറച്ച് വേപ്പിൻ്റെ കൂടി ഉണ്ട്, അത് പറിക്കാന്നല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രത്തോളം വേപ്പിൻ്റെ മരം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കിയത് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങും, ഒരെണ്ണം പൊട്ടിക്കും, അത്രയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് കുറേ വേപ്പിൻ്റെ ഇല. ഞാൻ എന്തൊക്കെ എടുക്കണമെന്ന് അറിയാത്ത പോലെ പറിച്ചുകൊണ്ടിരിക്കുന്നു. കവർ നിറയെ ഞാൻ വേപ്പിൻ്റെ പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി ഇത് പോരാന്ന് പറയാന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഇത്രയ്ക്ക് എത്തിച്ചിട്ട് കിട്ടിയോ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം എടുത്തേക്കാൻ വേണ്ടി പോകാം. കമാൻ. ഇനി ഞാൻ എൻ്റെ ബാക്ക് പാക്ക് ചെയ്യണം. അതിന് ശേഷം ഞാൻ വരാവേ, അല്ലെങ്കിൽ ആകെ നേരം മുഴുവൻ. ഇപ്പോൾ തന്നെ 5 മണി ആയിരിക്കണം, 5:40 എൻ്റെ ബസ്. അപ്പോൾ ഞാൻ പോയിട്ട് ബാഗ് പാക്ക് ചെയ്യട്ടെ. സോ ഗൈസ്, നമ്മൾ ബാഗ് പാക്കിങ് കഴിഞ്ഞു. ഇനിയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം. ഞാൻ എൻ്റെ മമ്മൻ്റെ ബർത്ത്ഡേ മാർച്ച് 31 കഴിഞ്ഞു കേട്ടോ. മാർച്ച് 31 കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകം കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ആയ കാരണം കൊണ്ടും ആ ഒരു തിരക്കിൽ ഞാൻ ആ ഡേറ്റേ മറന്നുപോയി. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമായി. കാരണം ഞാൻ അമ്മൻ്റെ മിക്ക ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് എൻ്റെ പൈസ എടുത്തേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ആ ഭാഗ്യം ഞാൻ ഈ മാസം ഇപ്രാവശ്യം ഈ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തില്ല. അപ്പോൾ എനിക്കതൊരു കുറ്റബോധം. അപ്പോൾ ഞാൻ എപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഞാൻ പൈസ ഇടുന്ന് മേടിക്കാറ്, എൻ്റെ കയ്യിൽ പൈസ ഇരിക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പൈസ എൻ്റെ കയ്യിൽ വന്നപ്പോൾ എനിക്കത് എന്തായാലും മേടിച്ചെടുക്കണം തോന്നിയിട്ട് ഞാൻ അമ്മക്ക് സായിമോൾക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് കൊടുക്കുമ്പോൾ എന്തായാലും റിയാക്ഷൻ എനിക്ക് അറിയാൻ പാടില്ല. വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ സായിമോൾക്ക് പിന്നെ അത്രയും റിയാക്ഷൻ ഉണ്ടാവില്ല. മമ്മ മേ ബി നെട്ടുമായിരുന്നു. കാരണം ഞാൻ ഇതുവരായിട്ട് പോകുമ്പോൾ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ആ ശീലമല്ല. ഞാൻ പോകുമ്പോൾ കയ്യും വീശാൻ പോകാൻ, ഞാൻ തിരുമ്പാനുള്ള കുപ്പായം കൊണ്ടുവന്നിട്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റഡ് ആണ് ഞാനിത് കൊടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ പണിയെടുത്തിട്ടുണ്ടാക്കിയ ഒരു പൈസ കൊണ്ട് നമ്മൾ ഒരാൾക്ക് സാധനം മേടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. എനിക്ക് അങ്ങനെയായിട്ട് എനിക്കൊരു സാധനം മേടിക്കാൻ എൻ്റെ കയ്യും കാലും വിറക്കും. എനിക്ക് പൈസ കിട്ടിയിട്ട് ഇതുവരെയായിട്ട് ഞാൻ സ്റ്റുഡിയോ പോയിട്ടില്ല. ഞാൻ ഈ മാക്സിൽ പോയില്ല. ഞാൻ എവിടെയും പോയി ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല, ചെരുപ്പ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യം അത് മേടിക്കും. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് പൈസ. അതും ഞാൻ ഏറെക്കുറെ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പൈസ ചിലവാക്കുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യം. ഇപ്പം പല കുട്ടിയാണ് നടക്കുന്നത് പറയുന്നത്. കാരണം കുറച്ച് പിശുക്ക് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ എനിക്ക് വേറെ ആൾക്ക് എടുത്തു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് സായിമോൾക്കും അമ്മയ്ക്ക് ഡ്രസ്സ് മേടിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്താ ഞാൻ മേടിച്ചെന്നുള്ളത് ഇപ്പം കാണിച്ചുതരാവേ. ഇതെങ്ങനെ മമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഇങ്ങനൊരു പാൻറ്റും, ഇത് കുറച്ച് പലാസ പോലത്തെ പാൻറ്. മമ്മ പലാസ പോലത്തെ പാൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഒരു ടോപ്പുമാണ് കേട്ടോ. കേട്ടോ, ഇതിങ്ങനെ ഫ്രണ്ടിലൊരു ഫ്രില്ലൊക്കെ പോലത്തെ സാധനം പോലുള്ള ഒരു പ്രിന്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ കണ്ടപ്പോൾ ഓക്കെ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ സ്ട്രൈക്കായി, ഇഷ്ടപ്പെട്ടു. മമ്മ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാറുണ്ട്. ഞാൻ പല ഫ്രോക്കുകളൊക്കെ പോയി നോക്കി. ഫ്രോക്കുകളൊക്കെ നോക്കിയപ്പോൾ ഇറക്കം കുറവാണ്, അല്ലെങ്കിൽ പാൻറ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഡ്രസ്സിന് നല്ല വിലയുണ്ട്. ഇതിനനുസരിച്ച് വില കിട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് പാൻറ്റും ടോപ്പും ഉണ്ട്, ഒരു ബ്ലാക്ക് ഷാൾട്ടാൽ അത് മാച്ചായി. അപ്പോൾ എന്നോട് ഇത് മേടിച്ചൂടാൻ തോന്നിയിട്ട് മേടിച്ചാണ് കേട്ടോ ഞാനിത്. അപ്പോൾ ഇതാണ് ഞാൻ മമ്മക്ക് വേണ്ടി മേടിച്ചത്. ഇനി സായിമോൾക്ക് ഞാൻ ഇങ്ങനെ ഒരു ട്രൗസർ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രൗസറും പിന്നെ അതിൻ്റെ കൂടെ ഇത് ഒരു ടീഷർട്ട്, ഇത് വേറൊരു ടീഷർട്ട്, ഇത് വേറൊരു ടീഷർട്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. സായിമോൻക്ക്
ഒരു ഷർട്ട് പാൻറ് എടുക്കാന്ന് വെച്ചപ്പോൾ എനിക്ക് എങ്ങനത്തെ ഷർട്ട് അവനക്ക് പറ്റുക എന്താ പറ്റാതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ടീഷർട്ടുകളും ട്രൗസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇടാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ സായ്മർക്കും അമ്മക്കും വേണ്ടി മേടിച്ചത്. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ നല്ല. കാരണം ഇടക്കിടക്ക് ഞാൻ ഒന്നും മേടിക്കാതെ പോകുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയും എന്താ ആ കുട്ടിക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചിട്ട് വാടിയ ഇടക്ക് പറയും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അവർക്കുള്ള സാധനം കൂടി മേടിച്ചിട്ടാണ് ഞാൻ പോകണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോണത് ഗായ്സ്. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങാൻ നോക്കട്ടെ. വർത്താനം പറഞ്ഞ സമയം ഏകദേശം നല്ലോണം എത്തിക്കണ്. അപ്പോൾ എന്തായാലും പോവാൻ നോക്കട്ടെ കേട്ടോ. ബൈ. സോ ഗൈസ് ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം നേരെ പോവാറാണ്. ഇത് ഞാൻ ഒരു സെറ്റ് ടോപ്പാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തിരുമ്പാനാക്കണമെന്ന് വെച്ചിട്ട് ഇന്നും കൂടി ഇട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി തിരുമ്പി തിരിച്ചു കൊണ്ടു. അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് ഇട്ട് പോവാറ്. എന്തായാലും ബസ്സിലത്തെ ആൾക്ക് വിളിച്ചിക്കണ്. ബസ് ഓൺ ടൈം ആണ്, ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. ഊബർ വന്ന് അടി നിൽക്കുന്നുണ്ട്. ബൈ ഗായ്സ്. അത് നേരം വൈകി. ഇത് പിന്നെ ഞാൻ എക്സ്ട്രാ പറയേണ്ടതല്ല, കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ. ബസ് ബുക്ക് ചെയ്യുന്നു, ബസ്സിൽ കയറുന്നു, സുഖകരമായി വീട്ടിലെത്തുന്നു. അതാണ് എനിക്ക് എപ്പോഴുള്ള പരിപാടി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഗൈസ് ഇപ്പം തന്നെ പറയണേ, ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല. വീട്ടിലെത്തിയതിന് ശേഷം നേരെ ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങുക, അത്രയാണ് ചെയ്തതുകൊണ്ട് വീഡിയോസ് ഒന്നും അന്നത്തെ ഇല്ല കേട്ടോ. സോ ഗൈസ് ഞാനങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഉറക്കത്ത് നീറ്റുന്നത്. കണ്ണുറക്കുന്ന സമയം 10, 11, 12 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ നീറ്റുന്നത് പെട്ടെന്ന് ഞാൻ ബാഗ് നോക്കി തിരുമ്പാലക്കാരുടെ ബാഗ് കൊണ്ടുപോയിക്കണം. തിരുമ്പാൻ ബാഗൊന്നും കൊണ്ടുപോയിട്ടില്ല. അത് വലിയ ഭാഗ്യം. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഞാൻ സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ബാഗിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാഗ് തുറക്കുമോ എന്ന് വിചാരിച്ച് തുറത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇന്നലെ തന്നെ ആ വേപ്പിൻ്റെ കൊടുത്തു കേട്ടോ. കാരണം ബാഗ് എന്നാൽ ചീഞ്ഞ് പോകും. അപ്പോൾ വേപ്പിൻ്റെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ ആ കവർ കൊടുക്കാൻ വേണ്ടി നോക്കട്ടെ. എൻ്റെ മമ്മിനെ സായ്മന്ന് കൊടുത്തിരുത്തട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. സോ ഗൈസ് എല്ലാവരും ഞാൻ സിറ്റൗട്ടിൽ കൊടുന്ന് അണിനിരത്തിയിട്ടുണ്ട്. സാധാരണ ഉള്ള വീഡിയോയിൽ നമ്മൾ കാണിക്കാറില്ല. ഇവിടെ വരുന്നതും പോകണം കാണാൻ അതിന്റെ കയ്യും കാലം കാണിച്ച് നേരെ അത് ഞാൻ അമ്മനെ കോസ്റ്റ്യൂമിൽ കാണുന്നത്. ഞാൻ നല്ല കോസ്റ്റ്യൂമിൽ നിൽക്കാറുണ്ട്. നമ്മുടെ ഓളെ വീഡിയോയിൽ നമ്മുടെ അടുപ്പിക്കാനോട് ഒരു താല്പര്യമില്ല. ഇത് ഒച്ചന്നൊക്കെ. അപ്പൊ ഇന്ന് ഞാൻ എല്ലാവരെയും അണിനിരത്തിയിട്ടുണ്ട്. സായ്മനൊക്കെ ടീഷർട്ട് ഇട്ടത് എടാ മുടി കാണിച്ച മമ്മ വെട്ടിയതാണ് മുടി. അതെ ഞങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ആ നടുഭാഗം കുറച്ചും കൂടി എടുക്കായിരുന്നു. അപ്പൊ സൈഡിലൊന്നുമില്ല, നടുവിലെന്തോ. സ്വാഗതം പറഞ്ഞോ? ആകെ ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ബാക്കി വീഡിയോ ഞാൻ അവിടുന്ന് പോകാൻ നിർത്തിട്ടില്ല. അതുകൊണ്ടാണ് എന്തായാലും വരുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ രാത്രി തന്നെ എടുത്തു കൊടുത്തു. കാരണം രാവിലെ വരെ വെച്ചാൽ അത് പിന്നെ വേപ്പിൻ്റെ കിട്ടൂല. പിന്നെ ഞാൻ വേറെ എന്തൊക്കെ കൊടുന്ന് പിന്നെ മാർക്കറ്റ് ബിസ്ക്കറ്റ് സായിക്കുട്ടിക്ക് എനിക്ക് വേപ്പിൻ്റെ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഇത് പിടിക്കും ഞാൻ ഇപ്പൊ വരാം ഗൈസ്. എനിക്കെന്താ കാര്യമായിട്ട് കൊണ്ടിരിക്കുന്നു അറിയാൻ പാടില്ല. ഓ there is no plan to be you. ഇരിക്ക് അവിടെ ഇതാ കാണൂല. ഇതാ രണ്ടാളുള്ളതാണ്. എടുത്തോ തുറക്ക്. എന്താ അന്തം വിട്ടു കേട്ടോ. എനിക്ക് കേൾക്കില്ല. ഇതെന്താ മാക്സ് ഉണ്ട് ഗൈസ്. ബെഡ്ഷീറ്റ് ആണോ? കോഴ്സിട്ടാണോ? ഞാൻ കളിക്കിന്റെ കളവേട്ടാ. ഇതൊക്കെ മനസ്സിലായി ഗൈസ്. എന്തൊക്കെ മനസ്സിലായി. ഇത് വിൽക്കാറൊക്കെ പാകത്തില്ല. ആ പോളന്റെ അടുത്ത് കൊച്ചി കൊണ്ടുപോകും. ഞാൻ ഡബിൾ എക്സൽ നീ അറിഞ്ഞില്ല. ഓക്കെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞത് എന്ത് ഷോപ്പാ? കൊച്ചിയുടെ ഷോപ്പാ? ഇതാ അത് ഏതായാലും നല്ല ഒരു ഗുണത്തിൽ പെട്ടു. ചെക്കർക്ക് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് കൊടുത്താലേ പറ്റുള്ളൂ. ഓനെ കൂട്ടിയിട്ട് വായിക്കാൻ പോയാൽ നല്ല ഭംഗിയുള്ള കളറിലെ ടീഷർട്ട് ഞാൻ ഇട്ടേച്ചു വരാം. ടാഗ് കുട്ടിക്ക് ആരും പൈസ നോക്കിയത് പ്ലീസ്. പൈസ നോക്കിയത് 999 രൂപയായി. ഷാളില്ലാത്തത് ഡ്രസ്സ് പാൻ്റ് ഉള്ളത് 999 രൂപ. മാക്സിനാണ് എടുത്തതേ. കണ്ണി കണ്ട ഷോപ്പൊന്നല്ലേ. മാക്സിന് എടുക്കണമെങ്കിലും എന്നാലും വേറെ ഒന്നും എടുക്കാതെ. ഇത് ഞാൻ ഷുവർലി പറയാം ഇതിന് പാടുണ്ടാവില്ല. ഇതിന്റെ കറക്റ്റ് സൈസ് പറ്റും. മാക്സ് നമുക്ക് അവിടെ ഇവിടെ മാറ്റാൻ പറ്റില്ലേ? പെണ്ണോണി മാറ്റാൻ പറ്റില്ലേ? പറ്റും. സ്റ്റുഡിയോയിലൊക്കെ പറ്റും. അത് ഇട്ടോക്കിട്ട് വാ. ഞാൻ ഇട്ടോക്കിയത് ഗൈസ്. ചെല്ലിപ്പോ അനക്ക് ഇട്ടോക്കണ്ടേ? അതെ ഇന്ന് ഞാൻ നല്ലേ എക്സ്പ്രഷൻ എന്റെ അനിയന്റെ തൊള്ളേന്ന് വരില്ല. അല്ല തൊള്ളേന്നല്ല, മുഖത്തുനിന്ന് തുള്ളി പോലും അവന്റെ എക്സ്പ്രഷൻ മാറില്ല. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ. പാകണ്ടോ നോക്ക്. കറക്റ്റ് അല്ലേ? ഒരു മാറ്റമല്ലല്ലോ. ബ്രില്യൻ. ഞാൻ ട്രൗസർ നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ മമ്മിക്ക് മേടിച്ചു കൊടുത്ത ഡ്രസ്സ്.
ടൺ ടൺ ടൺ. പക്ഷെ എൻ്റെ മമ്മിക്ക് പറ്റിയില്ല കേട്ടോ, വേറെ കാര്യം. പറ്റാഞ്ഞിട്ടല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ജാതി ഡ്രസ്സ് വന്നത്, അതുകൊണ്ട് നല്ലൊരു പ്രശ്നമാണ്. എനിക്ക് ചുരിദാർ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കോഡ് സെറ്റ് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഇരിക്കണേ. ഒന്നാമത് ഞാൻ ഇച്ചിരി തടി കൂടിയൊരു സമയമല്ലേ, അപ്പോൾ ഇങ്ങനെ തടി കൂടിയ സമയത്ത് ഇത്ര ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തപ്പോൾ തോന്നുന്നു. ഞാൻ ഉള്ളൊക്കെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങിച്ചാക്കിന് സങ്കടപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ഡ്രസ്സ് മേടിച്ചൊക്കെ അയച്ചു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു ഓൾക്ക് ഞാൻ GPay വഴി ഞാൻ ഡ്രസ്സിൻ്റെ പൈസ അയച്ചു കൊടുക്കും, ഡ്രസ്സ് എടുത്ത് കൊടുക്കില്ല. സോറി മമ്മക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്താണ്ടല്ലോ കൺവിൻസ് ചെയ്യിക്കാനാണ് അതിൽ സമയം പോവുക, ഡ്രസ്സ് എടുക്കാൻ സമയം പോവില്ല. ചെല്ല അപ്പം മാറ്റിക്കൂട്, പോളിസ്റ്റർ അത്ര പറ്റിയിട്ടില്ല. സോ ഗായ്സ്, എനിക്ക് നല്ലൊരു എന്താ പറയുക, ഇങ്ങനെ സ്റ്റെപ്പായിട്ടല്ലാതെ വീഡിയോ എടുക്കുന്ന ശീലമുള്ള കാരണം കൊണ്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരം രാത്രിയാവാനായി 7 മണി. അപ്പോഴാണ് മമ്മ പെട്ടെന്ന് നമുക്ക് പട്ടാമ്പി പോകാന്നുള്ളത്. പട്ടാമ്പിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ഞാനതെടുത്ത് ഇട്ടു. പിന്നെ എൻ്റെ ബ്ലാക്ക് പാൻറ് ഉണ്ട്, അതാണെങ്കിൽ ബെൽറ്റിൽ എനിക്ക് ലൂസായിട്ട് എടുക്കാനും വയ്യ. ഞാൻ ഏകദേശം ഒരു പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു കുപ്പായിട്ടാണ് പോകാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് മുഖത്ത് എന്തൊക്കെ ചെയ്യാൻ നോക്കിയത്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മമ്മൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് കണ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പൊക്കിക്കൊണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് മാത്രമേ മമ്മക്ക് ഉള്ളൂ, അവിടെ പൊക്കിക്കൊണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ട്. അല്ല അങ്ങനല്ല, കണ്ടത് ലൈറ്റ് റൗണ്ട് ഷെയ്ഡാട്ടോ, ഇട്ടേന രസം കാണാൻ. കണ്ടോ, സൂപ്പർ അല്ലേ? അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് മേടിക്കണം. അടിച്ചു മാറ്റാൻ കൊണ്ടാകാൻ പറ്റാത്തതിന് നല്ല സങ്കടമുണ്ട്. സാരല്ല. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മുടി കുളിച്ച് വന്ന കാരണം നിവർത്തിയിട്ടിട്ടുണ്ട്, കെട്ടി വെക്കാൻ ഒരു പാകമല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം മാത്രം ഇട്ടിട്ടാണ് പട്ടായം പോകാൻ നിൽക്കുന്നത്. എങ്ങനെയാണ് ഞാൻ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടേ പോകാറുള്ളൂ. അപ്പം എന്തായാലും പോകാൻ നിൽക്കട്ടെ ഗൈസ്. അവിടുന്ന് അങ്ങനെ നേരെ ഞങ്ങൾ പട്ടാമ്പിക്ക് പോയി കേട്ടോ. പെട്ടെന്ന് എടുത്ത തീരുമാനമായ കാരണം കൊണ്ട് പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് പെട്ടെന്ന് അവിടെ കയറി ചാടി പോയി. കുറേ കുപ്പായവും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വേറെ കാര്യം ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുപ്പായങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എടുക്കാതെ കേട്ടോ പോകുന്നത്. ഒരു ദിവസത്തേക്കുള്ള കുപ്പായം മാത്രമേ എടുത്തിട്ടുള്ളൂ. 3-4 ദിവസം ഞാൻ അവിടെ തന്നെ നിൽക്കില്ല എന്നുള്ള പ്ലാനിങ്ങിൽ എന്നിട്ട് പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പട്ടാമ്പി എത്തി. പട്ടാമ്പിയിലെത്തിയപ്പോഴും ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് കുറേ വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഞാൻ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഐസ്ക്രീം പറയുമ്പോൾ അരുണ്ട ഐസ്ക്രീം, അതിൻ്റെ അടുത്ത് ഒരു ഐസ്ക്രീം എത്തൂല, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ അരുണ്ട കുറേ ഫ്ലേവർ ഐസ്ക്രീമുകൾ മേടിച്ച് അതൊക്കെ കഴിച്ച് ഇങ്ങനെ രസിച്ച് ചിരിച്ച് അന്നത്തെ ദിവസം മുഴുവനായിട്ട് അങ്ങോട്ട് തീർത്ത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഞാൻ മേ ബി പട്ടാമ്പിത്തെ വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഇടാതിരിക്കാവുന്നതായിരിക്കും. ഞാനല്ലേ, അതുകൊണ്ടൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.